നമ്മുടെ രാജ്യത്ത് ഈ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ആരായിരിക്കണം എന്നത് മികച്ച ആശയം എന്നങ്ങ് പറഞ്ഞു. ആശയം എന്താണെന്നങ്ങ് പറഞ്ഞില്ല. എനിക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കാര്യം ഞാൻ ഫോഴ്സ് ചെയ്യില്ല, സമ്മർദ്ദം ചെലുത്തില്ല. അല്ല, അത് ഒന്ന് എൻ്റെ ഉള്ളിലുള്ള സംഭവം അത് നമ്മൾ പുറത്തു പറയുമ്പോൾ പലർക്കും വിഷമമുണ്ടാവും. വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങ് പറഞ്ഞ വാക്കുകളിൽ നിന്നത് വ്യക്തമാണ്. ആശയം നല്ലതാവുക, വ്യക്തി മോശമാണെങ്കിലും ആ ആശയത്തിന്റെ കരുത്തുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ വോട്ട് പാഴാവില്ല. അല്ല, നിങ്ങൾക്ക് വ്യക്തമാവും. എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെയുള്ള ആൾക്കാർ നിങ്ങൾ സംസാരിക്കും, അവരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ശരിയാണ്. നമ്മൾ ആ വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് അല്ലേ? അത് രാഷ്ട്രീയത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണെങ്കിൽ അതിന് ഇവര് തെരഞ്ഞെടുത്ത് പോകും. പിന്നെ നമ്മൾ ഈ വൈരാഗ്യം വെറുതെ ഉള്ളിൽ വെക്കും. ആരും ജീവിതത്തിൽ ഇന്ന് വരെ ആരുമായിട്ട് കഴിയുന്നത്ര സ്ഥിരവൈരാഗ്യം ഇല്ല. ഞാൻ അസുഖമായ സമയത്ത് ഇങ്ങനെ മനസ്സിലോർത്തു ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത് ചെയ്തത്. ഞാൻ എന്നിട്ട് ആലോചിച്ച് കുറിച്ച് വെച്ചിട്ട് ഞാൻ അതൊക്കെ തീർത്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 10 വർഷം മുമ്പ്. അപ്പം ഏതൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു, ആരെയൊക്കെ വിളിച്ചു. അപ്പൊ അവർക്ക് സർപ്രൈസ് അല്ലേ ഇത്? തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയത് ആരെയാ വിളിച്ചിട്ട്? അവരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞത് അങ്ങനെയാണോ പറയാ? അങ്ങനെയും പറയും. അതെല്ലാം എല്ലാ രീതിയിലും പറയും. പിന്നെ സിനിമയിലുള്ള ആൾക്കാരായാലും അവരൊക്കെ എന്നിട്ട് അവിടെ വന്ന് കാണുകയും ചെയ്തു എന്നോട്. ഓക്കെ, നോക്കൂ, ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും, നമ്മുടെ ശരീരം ഒന്ന് തളരുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. അതെ, തീർച്ചയായിട്ടും. അല്ലേ? ഞാനന്ന് പൂർണ്ണമായിട്ട് തളർന്ന സംഗീതമാണ് എൻ്റെ രക്ഷപ്പെടുത്തിയത്. ഓക്കെ, ഞാൻ മ്യൂസിക് തെറാപ്പിയിൽ വിശ്വസിക്കുന്ന ആളാണ്. മ്യൂസിക് തെറാപ്പിയിൽ മ്യൂസിക്കാണ് എൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. ആ പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ളതാണ് ഊർജ്ജം. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കാൻ പറ്റും അതിന്. അതെ, തീർച്ചയായിട്ടും. ഉള്ളിൽ നിന്ന് ശരീരത്തെ ചലിപ്പിക്കും. പിന്നെ ഓക്കെ, താങ്ക് യു ശ്രീ കേതപ്രം.